ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഴുപ്പള്ളി ബീച്ചിലാണ്. നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കണം. കാരണം കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ബീച്ചിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ അവിടെ ഒരു വഞ്ചി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്കപ്പോൾ നേരെ ആ വഞ്ചി കയറി ചെന്നിട്ട് അവർക്ക് എന്തൊക്കെ മീനാണ് കിട്ടിയത് നമുക്ക് നേരെ പോയി നോക്കാം. ഇപ്പോൾ ഒരു വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു ചേട്ടൻ്റെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ഈ മീനൊക്കെ എങ്ങനെയാണ് ഇപ്പം? ചെമ്മീനാണോ അത്? ഇത് കൊണ്ടുപോയി എവിടെ കൊടുക്കുന്നു? അത് ഇവിടെ കമ്പനിക്കാർ വരും. അത് ഐസ് കമ്പനിക്കാർ തൂക്കത്തിന് എങ്ങനെയാണ് റേറ്റ് ഒക്കെ? എങ്ങനെയാണ്? 150, 140, 1 കിലോത്തിന് 140 കേട്ടത്. അത് ഒരു പ്രാവശ്യം പോകണേന് അപ്പോൾ ഡീസലൊക്കെ എന്തോ അടിക്കേണ്ടി വരും? പെട്രോളാണ്. 30 ലിറ്റർ പെട്രോൾ. 30 ലിറ്റർ നിറച്ച് 30. ഒരു പ്രാവശ്യം പോയി വരാനുള്ള പെട്രോളൊക്കെ ഉള്ളത്? അത് പിന്നെ ഒരു രാവിലെ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 12 മണി വരെ ഭരിക്കാനുള്ള പെട്രോൾ ഉണ്ട്. 12 മണി വരെ. 12 മണി വരെ. ഇന്ന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മീനൊന്നും ഉണ്ടായില്ല. ഇവിടെ ഇപ്പോൾ കുറേ വഞ്ചികളൊക്കെ കിടപ്പുണ്ട്. ഇതൊന്നും കടലിൽ പോയിട്ടില്ല. ഒരു വഞ്ചി നമ്മൾ ഒരു കുറച്ച് നേരത്തിന് മുമ്പ് കടലിൽ നിന്ന് കയറിയതാണ്. അപ്പോൾ അതിൽ ഒട്ടും മീനൊന്നുമില്ല. കറക്കിയെടുക്കാനുള്ള മീൻ തന്നെ കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവർക്ക് ഡീസലാക്കി പെട്രോൾ കാശ് അതൊക്കെ നഷ്ടമാണെന്നാണ് അവർ പറയണത്. ഈ പോണ ചേട്ടന്മാരുടെ കയ്യിലിരിക്കണ വരെയാണ് വടിവല. ഇതപ്പോൾ എങ്ങനെയാണ് ഇതും കൊണ്ട് മീൻ പിടിക്കണമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീൻ പിടുത്തം കാണുന്നത്. പിന്നെ ഈ വലയുടെ ഏകദേശം ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലുള്ള ഒരു ഞാലമ്മ ഓരോ പോലത്തെ ഗ്യാപ്പിട്ട് വടി വെച്ചേക്കാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 7-8 മീറ്ററോളം നീളവും വന്നുണ്ട്. ഇത് വെച്ചാൽ അവർ വളരെ സിമ്പിളായിട്ടാണ് മീൻ പിടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടിരിക്കാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു മീൻ പിടുത്തം.
കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു വള്ളം ഇപ്പൊ കയറിയിട്ടുണ്ട് കടലിൽ നിന്ന്. അപ്പൊ നമ്മൾ കുറച്ചു നേരം നേരത്തെ കുറെ വെള്ളത്തിലൊക്കെ നമ്മൾ നോക്കി, അതിലൊന്നും മീനൊന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇതിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നമുക്ക് പോയി ഒന്ന് നോക്കാം. നമുക്ക് ഈ വഞ്ചിയിൽ എന്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഈ ആഴ്ച തട്ടി തന്നെ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു അയില കിടപ്പുണ്ട്. പിന്നെ പല വക മീനുകളാണ് ഇന്നത്തുള്ളത്. അതുപോലെ തന്നെ തൊട്ടരിയത്തോട്ട് വരുമ്പോൾ വലയും കാര്യങ്ങളാണ് ഇവിടെ വെച്ചേക്കണത്. ഏറ്റവും ബാക്കിലെ തട്ടിൽ ഇട്ട് വരുമ്പോൾ അതേ ചെമ്മീനും നന്ദനും, അതും പല പല മീനുകളാണ് അതിലും ഉള്ളത്. ചെറിയ വഞ്ചിയിലുള്ള ചേട്ടന്മാരുടെ നിൽക്കണം. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും? ഇപ്പൊ വലിപ്പണിയാണ്. ഈ വഞ്ചിക്ക് പല പല വല കയറ്റി പണിക്കൂടും അല്ലേ? വലിപ്പണി എന്ന് പറയുമ്പോ ഈ 2 വഞ്ചി കൂട്ടി ഡബിൾ നെറ്റ് പിടിക്കും. അതിന്റെ പണിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടേക്കണേ. ഡബിൾ നെറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഈ വഞ്ചി ബോട്ട് വലിക്കും. അതുപോലെ 2 വഞ്ചി അപ്പുറത്ത് ഇപ്പുറത്തിട്ട് പണിയൊക്കെ ഉണ്ടായിരുന്നു. പണി കുറവാണ്, പണി മോശമാണ്. ഇപ്പൊ ഈ കാറ്റൊക്കെ ഇച്ചിരി ഇറങ്ങിയതാണ് അല്ലേ? പണി ഭയങ്കര മോശമാണ്. എന്താണ് നല്ല കൂടുതൽ കിട്ടിയത്? കൂടുതല് ചെമ്മീൻ. വെള്ളത്തില് എന്ത് സാധനം വന്നിട്ടുണ്ട്. ഇപ്പൊ ചാളയാണ് അയിലാണ്, അത് നമ്മൾ ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ വല അല്ലെങ്കിൽ കരക്ക് അടുപ്പിച്ചിട്ട് ആ വല കയറ്റി കൊണ്ടുപോയി ചാളയപ്പോ ചാളക്കര പായും. അപ്പൊ നേരെ അടുപ്പിച്ചിട്ട് ചാള വല കയറ്റിട്ട് വേണ്ട ഈ ചാള ഇറക്കിട്ട് വേണ്ട ചാളത്തിലേക്ക് ഉണ്ടെങ്കിൽ നേരെ ആ വല മുക്കി കയറ്റിട്ട് പെട്രോള് എങ്ങനെ? പെട്രോള് ഇപ്പൊ നമ്മൾ കമ്പനിയിൽ മേടിക്കും. നഷ്ടമാണോ ഇന്ന്? നഷ്ടമില്ല, ചെലവിനുള്ള കാശ് കിട്ടി. നഷ്ടമില്ല. പെട്രോളിനുള്ള കാശ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് വഞ്ചി എന്ന് പറഞ്ഞാൽ വഞ്ചി ഒരാളിലെ 2 ആളെ കയറി. അപ്പൊ അവർക്കൊന്നും ഉണ്ടാവില്ല, കടുണ്ടാവൂല. ഈ വഞ്ചിയിലെ മീനൊക്കെ എന്താണ് ചെയ്യാൻ പോണത്? ഇപ്പൊ കമ്പനിക്കാർ വരും, ചെമ്മീൻ എടുക്കുന്ന കമ്പനിക്കാർ വരും. അവർക്ക് തൂക്കി കൊടുക്കും വില പറഞ്ഞു. ചെമ്മീൻ മാത്രമല്ലേ? ആ ചെമ്മീൻ മാത്രം. ബാക്കിയുള്ള മീനൊക്കെ ബാക്കിയുള്ള മീനുള്ള തീയണ പെണ്ണുങ്ങള് ഉണക്കും. ഇവരൊക്കെ ഇവിടെ തന്നെ ഈ പരിസരത്ത് തന്നെ ഉള്ളതാണ്. വേറെ എല്ലാവരും വരാറുണ്ട്. ഇങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ചെയ്യണത് കൊട്ടയിലോട്ടെല്ലാം മീനും വാരി വെക്കണം വഞ്ചിന്ന്. കൊട്ടയിൽ വാരി വെച്ച മീനെല്ലാം ദേ കൊണ്ടുപോണത് ഇങ്ങനെയാണ്. ഈ കുറേ ചേച്ചിമാർ ദേ ഇരിക്കണേ ഇവിടെയാണ് ഇത് തരംതിരിക്കണത്. ഇവിടെ ഈ പരിസരത്ത് തന്നെയുള്ള ചേച്ചിമാരാണ് ഇതെല്ലാനും. ഇവർ ബാക്കി ഈ ചെമ്മീനും മറ്റു മീനും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് ചെമ്മീൻ ഇവർ കമ്പനിക്കാർക്ക് കൊടുക്കും. ബാക്കി തന്നെ മീൻ ഇവരുടെ വീട്ടിലെ ആവശ്യത്തിനും കാര്യങ്ങൾക്കും എല്ലാമാണ് ഇവർ എടുക്കണത്, ഉപയോഗിക്കണത്. ഇവിടെ ഇപ്പോൾ കടലിലോട്ടൊരു വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഇറക്കണ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വള്ളത്തിൽ ഇരിക്കണത് യമഹയുടെ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ഇത് ഈ വഞ്ചിയിൽ ഒരെണ്ണുള്ളൂ. വേറെ വഞ്ചികളിൽ 2 എണ്ണമൊക്കെ വെച്ച് കടലിൽ പോണ വഞ്ചികളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വഞ്ചി കയറിയതാണിത്. ഇതിലാ ഈ ഒരു തെരണ്ടി മാത്രം കിട്ടിയിട്ടുള്ളൂ.
ഇവരുടെ ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞത് ഏകദേശം കിലോന് 200 രൂപയൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് തരണ്ടിക്ക്. ഇപ്പൊ ഇവിടെ ഒരു തൂക്കി നോക്കാൻ കൊണ്ടുപോകാൻ പോവാണ് ഇപ്പൊ. ഇപ്പൊ തൂക്കി നോക്കിയപ്പോ 10 കിലോന് മേലെ വന്നിട്ടുണ്ട് ഇതിന്റെ തൂക്കം. ഇപ്പൊ പൊതുവെ വഞ്ചിക്കാരിക്ക് ഒന്നും മീനൊന്നും അധികം കിട്ടണില്ല. കടലിൽ പോയിട്ട് ഇപ്പൊ അധികം മീനൊന്നും ഇല്ലെന്നാണ് അവർ പറയണത്. പെട്രോൾ കാശ് തന്നെ അവർക്ക് കിട്ടണില്ലെന്നാണ് അവർ പറയണത്. അപ്പൊ നമ്മളത് അവിടെ ഒരു ലൂപ്പ് പോലെ ഇടണുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് എന്താണ് ഈ ലൂപ്പ് പോലെ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ലൂപ്പ് പോലെയാണ് ഈ ചേട്ടൻ ഇട്ടേക്കണത്. ലൂപ്പ് പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടക്കോലയൊക്കെ പോലെ ഇരിക്കണ ഒരു വല തന്നെയാണ് ഇതും. ഇത് ഈ ഏകദേശം ഈ കടൽ തീരത്ത് തന്നെ, ഈ തൊട്ടരികത്ത് തന്നെ ഈ തരവന്നോടത്താണ് ഈ വല ഇടുന്നത്. ഇവിടെ ഈ വല വലിച്ചപ്പോൾ കിട്ടിയേക്കണത് കുറച്ച് തിരുത കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് പൂരിയുമാണ് കിട്ടിയേക്കണത് ഈ വലയിൽ. ഇവിടെ ഇവർ പറയണത് വെള്ളം കലക്കാണെങ്കിൽ മീനെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ നിങ്ങളിലോട്ട് എത്തിക്കണമെന്നുള്ള ഒരു ആശയത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ബൈ.